അച്ഛാ മോളെ അച്ഛാ മോളെ മോളു മോളെ 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 അമ്മേ ദേ അച്ഛൻ വന്നു. താഴെ ഇറങ്ങും മോളെ, ഈ ഉടുപ്പിലൊക്കെ അഴുക്ക് പറ്റും. മോളിങ്ങ് വാ, അമ്മ എടുക്കാലോ. രത്നമ്മ ടീച്ചറെ, സാരമില്ല, ഇവള് എന്റെ കയ്യിൽ കുറച്ചു നേരം ഇരുന്നോട്ടെ. എന്റെ മോളല്ലേ. ഗോവിന്ദൻകുട്ടി ഇരിക്കേ. വിജയനില്ലേ ഇവിടെ? മോൾക്ക് ജിലേബി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോയതാ. ഇപ്പൊ വരും. ഞാൻ ചായ എടുക്കാം. മാളു, മോക്ക് സുഖാണോ? അച്ഛാ അത് കണ്ടോ? അതൊക്കെ കണ്ടോ അച്ഛാ? സംസാരിച്ചില്ലേ ഗോവിന്ദൻകുട്ടിയോട്? ഞാനൊന്ന് കുശലം ചോദിച്ചുള്ളൂ. എന്താ? വന്ന ഉടനെ മോളെ എടുത്ത് മടി വെച്ചിരിക്കുക. അവന്റെ കുഞ്ഞലടി. എന്തോ ഉദ്ദേശിച്ചോണ്ടാ വന്നിരിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു വിജയേട്ടാ. എന്തിന്? മോളെ തിരിച്ചു വാങ്ങിക്കോ? ഏയ്, അത്രയ്ക്ക് നെറിയില്ലാത്തവനൊന്നുമല്ല അവൻ. വന്ന കാര്യം എന്താന്ന് വിജയേട്ടനൊന്ന് ചോദിക്ക്. ആ പിന്നെ ഇന്നിവിടെ തങ്ങാനൊന്നും നിർബന്ധിക്കണ്ട. പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. അതെന്താ? പിന്നെ പറയാം. ആഹാ, മോള് ജിലേബി കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അത് നീർക്ക്. മോൾക്ക് ജിലേബി എന്ന് വെച്ചാൽ വലിയ ഇഷ്ടാ. എനിക്കറിയാം. മോളിങ് വാ. എന്റെ മടിയിൽ ഇത്തിരി നേരം ഇരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആര് പറഞ്ഞുണ്ടെന്ന്? ആ, ഗോവിന്ദൻകുട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറ. എനിക്ക് പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മോളെ ഒന്ന് കാണാൻ വന്നാ ഞാൻ. മോളിവിടെ വളരെ ഹാപ്പിയാ. ഞങ്ങൾക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇണങ്ങി. അല്ല, നീ വല്ല ജോലിയും കണ്ടുപിടിച്ചോ? എവിടെ ഇപ്പൊ താമസം? ആ വീട്ടിൽ ഒറ്റയ്ക്കാണോ? ഞാനാ വീട് സ്ഥലവും വിറ്റു. എന്നിട്ട് പോവാ എങ്ങോട്ടെങ്കിലും. എവിടെ പോവാൻ? വീടും കൂടും വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലാത്തവന് എങ്ങോട്ടാ പോവാൻ മേലാത്തത്? ആ വീടും പുരയിടവും വിറ്റത് നന്നായി.
പക്ഷേ നീ മറ്റെവിടെയെങ്കിലും പോയി നങ്കൂരം ഉറപ്പിക്കണം. അലഞ്ഞു തിരിഞ്ഞ് ജീവിതം കളയരുത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം വിജയ. അത് നിങ്ങളെ ബാധിക്കില്ല. ആ സ്ഥലം വിറ്റ കാശ് പാഴാക്കി കളയരുതെന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഇല്ല, പഴയ കളയില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? എന്റെ കിടപ്പാടം വിറ്റ പൈസ ഇത്. എന്റെ മോക്ക് വേണ്ടി തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻകുട്ടി എന്താ ഈ പറയുന്നേ? ഈ പണം എന്റെ കയ്യിൽ നിന്ന് ആർക്കും ഒരു ഉപകാരമില്ലാതെ തീർന്നു പോകും. വിജയനത് വാങ്ങണം. വിജയ, നീയല്ലേ എന്റെ മോളെ വളർത്തുന്നത്. ഈ പൈസ അവക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ. ഞാൻ ഈ പണം വാങ്ങില്ല ഗോവിന്ദൻകുട്ടി. വിജയ, ഇതെന്റെ മോക്കുള്ളതാ. അവക്ക് അവകാശപ്പെട്ടതാ. അവളുടെ അമ്മയുടെ സ്വത്ത് വിറ്റ പൈസയാ. നിന്റെ മോളെ വളർത്തുന്നതിന്റെ കൂലിയാണോ ഗോവിന്ദൻകുട്ടി ഇത്? ഈ പണം വാങ്ങിയാ പിന്നെ ഞങ്ങൾ ആരാ? ഞങ്ങൾ നിന്റെ മോൾ കൊടുക്കുന്ന സ്നേഹത്തിന് എന്താ വില? വിജയ, നീ അങ്ങനെയൊന്നും കരുതണ്ട. എനിക്ക് കൊടുക്കാൻ എന്റെ മോളല്ലേ ഉള്ളൂ. ഞാൻ വേറെ ആർക്ക് കൊടുക്കാനാ? ഇല്ല ഗോവിന്ദൻകുട്ടി, നിന്റെ മോളുടെ ഒരു പുഞ്ചിരിയുടെ വിലയുണ്ടോടാ നീ കെട്ടിപ്പൊതിഞ്ഞോണ്ടെന്ന് ഈ പണത്തിന്? ഈ കുഞ്ഞ് ഞങ്ങൾക്ക് തരുന്ന ഒരു ഉമ്മയ്ക്ക് ഇതിന്റെ 100 ഇരട്ടി. എന്റെ കുഞ്ഞിന് ഞാനൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടം തീർക്കാനെങ്കിലും നീ ഇത് വാങ്ങണം. ഗോവിന്ദൻകുട്ടി, നീ നിന്റെ മോളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ ഒരച്ഛന് കൊടുക്കാൻ കഴിയുന്ന സകല സൗഭാഗ്യങ്ങളും നീ ഇവൾക്ക് കൊടുക്കുക ചെയ്തത്. വിജയ, ഓടനാവട്ടത്തുനിന്ന് പോരുമ്പോ അശ്വതി കൊണ്ടുവന്ന മുതലായത്. അവളുടെ കുഞ്ഞിനത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഗോവിന്ദൻകുട്ടി. ഈ പണം ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിട്. അതല്ലെങ്കിൽ ഇവളുടെ പേരിൽ എവിടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചിട്. ഇവളുടെ വളർച്ചയ്ക്കിടയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ നിന്നെ തേടി ഒന്ന് വാങ്ങിച്ചോട്ടെ. ഞങ്ങളുടെ കയ്യിലേക്ക് തരണ്ട. ഇതല്ലാതെ വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇല്ല. എനിക്ക് വേറൊന്നുമില്ല പറയാൻ. ഇവിടെയും ഞാൻ തോറ്റു. എന്റെ മോളെ കാണാനും ഈ പണം ഏൽപ്പിക്കാനും വേണ്ടി മാത്രം വന്നതാ ഞാൻ. ഇനി നിൽക്കുന്നില്ല. പോയിക്കോട്ടെ. ഊണ് പോലും കഴിക്കാതെയോ? വേണ്ട വേണ്ട. മോളെ, ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൊണ്ടുവിടാൻ ബുദ്ധിമുട്ടി. എന്നോടൊന്ന് പോണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല. അത് പിന്നെ ഗോവിന്ദൻകുട്ടിക്ക് പോയിട്ട് അത്യാവശ്യം കാണുമല്ലോ എന്ന് വിചാരിച്ചു. എനിക്കെന്ത് അത്യാവശ്യം? ഒന്നുമില്ല. കിടപ്പാടം വിറ്റു, തൊഴിലില്ല, വരുമാനമില്ല, വേണ്ടപ്പെട്ടവരാരുമില്ല. ഗോവിന്ദൻകുട്ടിക്ക് വിരോധമില്ലെങ്കിൽ ഇന്നിവിടെ താമസിക്കാം. മനസ്സിലായി രത്നമ്മ ടീച്ചറെ. ഗോവിന്ദൻകുട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയി തന്നാ മതി എന്നല്ലേ മനസ്സിലിപ്പോ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാ. നിങ്ങക്ക് രണ്ടുപേർക്കും ഇല്ല ഞാൻ വന്നതിൽ സന്തോഷം. അങ്ങനെയൊന്നുമില്ല ഗോവിന്ദൻകുട്ടി, വെറുതെ തോന്നുന്നത്. ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ചോദിച്ചപ്പോ എന്റെ മോളെ തന്നവനല്ലേ ഈ ഗോവിന്ദൻകുട്ടി.
മോളെ ഞങ്ങൾ നിലത്ത് വെക്കാതെ വളർത്തുന്ന ഗോവിന്ദൻകുട്ടി, നീ ഒന്ന് നോക്ക്. നീ തന്നപ്പോഴത്തെ പോലെയാണ് അവളിപ്പോ. എന്തുമാത്രം മാറി. മോളെ ഇങ്ങ് വാ, അമ്മ എടുക്കാം. ഇതിനിടയ്ക്ക് നിങ്ങൾ എൻ്റെ മോളുടെ പേരും മാറ്റി ഇല്ലേ? ഞങ്ങളൊരു ഓമന പേരിട്ടെന്നേ ഉള്ളൂ. ജാനകി എന്നാണ് ഓമന പേര്. മാളൂട്ടി എന്ന് വിളിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? അപ്പൊ അത് പോരാ, എല്ലാം നിങ്ങളുടേതാക്കണം. ഗോവിന്ദൻകുട്ടിക്ക് ഒട്ടും മനസ്സിലെങ്കിൽ തരണ്ട, കൊണ്ടുപോക്കോ. മക്കളില്ലാന്നൊരു പോരായ്മ ഞങ്ങൾക്കുള്ളൂ. അതിൻ്റെ പേരിൽ ഞങ്ങളിങ്ങനെ ഇട്ട് വിഷമിപ്പിക്കരുത്. അച്ഛൻ പോയിട്ട് വരാം കേട്ടോ. എന്നെ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിടുക വിജയ. ഗോവിന്ദൻകുട്ടി കയറിക്കോ. അച്ഛാ, എന്നെ ഉപദേശിക്കാൻ വേണ്ടി അമ്മ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ എങ്ങനെയോ ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങൾ ആരും ഒരു ശല്യത്തിനും അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഞാൻ ഒരാഴ്ച സ്കൂളിൽ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ? എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ലീവ്. ചുമ്മാ ഓരോരോ കാരണങ്ങള്. ആരും ഇങ്ങോട്ട് വരാതിരുന്ന അത്രയും സന്തോഷം. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ജാനിക്കുട്ടിയാ ഇപ്പൊ നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരട്. അമ്മേ, അമ്മേ, അമ്മേ. അയ്യോ മോളെ, എന്തു പറ്റിയടാ? അമ്മേ, ചോര. അമ്മേ, ചോര. എവിടെ കാണട്ടെ? അയ്യോ, ശ്ശോ. എന്തു പറ്റിയതാ മോളെ? കടിച്ചു. അയ്യോ, എന്താ മോളെ കടിച്ചത്? മുള്ളു കടിച്ചു. ശ്ശോ, മുള്ളു കൊണ്ടതാണോ മോളെ? മോളെ കണ്ടോ? കൊണ്ടതാണെന്ന് ആർക്കറിയാം? അമ്മ കണ്ടില്ലായിരുന്നോ ജാനിക്കുട്ടി ഇറങ്ങിപ്പോയത്? അമ്മയുടെ
അമ്മയുടെ കൺമുൻപിൽ കൂടിയല്ലേ ഇവിടെ ഇറങ്ങിപ്പോയത്? ആ ഞാൻ കണ്ടില്ല. കണ്ടില്ല അത്രേ. കരച്ചിൽ കേട്ടപ്പോഴെങ്കിലും അമ്മ ഇന്ന് നോക്കിയോ? പിന്നെ വല്ലവന്റെ കുഞ്ഞു കരയുന്നതിന് ഞാൻ എന്ത് വേണം? ആരുടെ ആണെങ്കിലും ഇതൊരു കുഞ്ഞല്ലേ അമ്മേ. എനിക്ക് മനസ്സിലായിരുന്നു. നീ കൊണ്ടേ കേസ് കൊടുക്ക. അല്ല പിന്നെ ഇങ്ങനെ മനസ്സുണ്ടാവാനാ മനുഷ്യത്തെ തൊട്ട് തീണ്ടിട്ടില്ലല്ലോ. എന്തോ നടി പുറത്തോണ്ട് പോകുന്നേ. ഒന്നുമില്ല. ഹലോ, വിജയേട്ടനൊന്ന് കൊടുക്കോ പ്ലീസ്. വൈഫാ. ഹലോ ഹലോ വിജയേട്ടാ, ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണേ. എന്തുപറ്റി? എന്തോ കടിച്ചു എന്നാ മോള് പറയുന്നേ. ചൂണ്ടുവിരലിന്റെ അറ്റത്ത് ചോര. കടിച്ചെന്നോ? എന്ത് കടിച്ചെന്ന്? എന്താണെന്ന് ആര് കണ്ടു? മോൾ ആരും കാണാതെ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയി ചെടിയുടെ ഇടയിൽ കളിക്കായിരുന്നു. ആരും കാണാതെ ഇറങ്ങിപ്പോയെന്നോ? നിന്റെ കണ്ണെവിടെയായിരുന്നു? ഇതൊക്കെ നോക്കണ്ടേ? വിജയേട്ടാ, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം. വെച്ചോ. അമ്മ ഉടുപ്പ് മാറിയില്ല. തൽക്കാലം ഇതൊക്കെ മതി കേട്ടോ. കുഞ്ഞുമുള്ളായിരുന്നോ വലിയ മുള്ളായിരുന്നോ? കുഞ്ഞുമുള്ള. എത്രയുള്ളൂ? സാരമില്ല കേട്ടോ, കുത്തിവെക്കട്ടെ? സൂചിയുണ്ട്. വേണ്ട. അതിനേക്കാൾ ഭേദം മുള്ള തന്നെ അല്ലേ? ഒന്നും കടിച്ചതല്ല, റോസാ ചെടിയുടെ മറ്റും മുള്ളുകൊണ്ടതാ. കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? എന്ത് കുഴപ്പം? കണ്ണ് തെറ്റിയ മുറ്റത്തിറങ്ങും. ഭയങ്കര കുസൃതിയാ. സാരമില്ലെന്നേ. ഈ ലോകത്ത് പൂക്കൾ മാത്രമല്ല മുള്ളുകളും ഉണ്ടെന്ന് കുഞ്ഞുങ്ങൾ അറിയട്ടെ. അങ്ങനെയല്ലേ വളരേണ്ടത്. മരുന്ന് വല്ലതും? കുഞ്ഞിന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാനൊരു മരുന്ന് തരാം. അമിതമായ ആൻസൈറ്റിക്കുള്ള മരുന്ന്. അതിത്തിരി കൂടുതലാ. മുൻപൊരു ദിവസം കുഞ്ഞിനെയും കൊണ്ട് ഓടി വന്ന എന്തിനായിരുന്നു? അത് കാലിൽ ഉറുമ്പ് കടിച്ചതിനാ. കൊള്ളാം. കെയറിങ് നല്ലതാ, പക്ഷെ അമിതമായ കെയറിങ് ദോഷം ചെയ്യും. കുഞ്ഞിന് മാത്രമല്ല, അമ്മയ്ക്കും. ഒരു ഓയിൻമെന്റ് എഴുതിയിട്ടുണ്ട് കുഞ്ഞിന്റെ വിരലിൽ പുരട്ടാൻ. പിന്നെ കുഞ്ഞിന്റെ അമ്മയുടെ സമാധാനത്തിന്. മോളു എത്രയായി? 10 രൂപ. ദാ. പോയിട്ട് എന്തായടി? ഓപ്പറേഷൻ വല്ലതും വേണ്ടി വന്നോ? അതിന്റെ വിരലേലൊരു മുള്ളു കൊണ്ടതിന് ഉടനെ അതിനെ എടുത്തോണ്ട് ആശുപത്രിയിലോട്ട് ഓടിയേക്കുന്നു. മുള്ളു കൊണ്ടതാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അമ്മ കണ്ടായിരുന്നോ? മുള്ളു കൊണ്ട നീ കൊച്ചു തന്നെ പറഞ്ഞതല്ലായിരുന്നോടി? ഈ കൊച്ചു കുഞ്ഞിന് എന്തറിയാം? അമ്മയുടെ കൺമുമ്പിൽ കൂടി അല്ലായിരുന്നു ഇവൾ ഓടിപ്പോയത്. അമ്മയ്ക്ക് നോക്കായിരുന്നില്ലേ? എന്റെ മോന്റെ ചോരയെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നോക്കിയേനെ. ഇത് പിന്നെ അന്യ കുടുംബത്തിലാണോ? ഈ കുടുംബത്തിലെ ചോര തന്നെ ഇവളും. എന്നാര് പറഞ്ഞു? വിജയേട്ടന്റെ അച്ഛനും ഈ കൊച്ചിന്റെ അച്ഛമ്മയും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളല്ലായിരുന്നോ? ബന്ധം ഉണ്ടായിരുന്നത് അവര് തമ്മിലാ. പിന്നെ താവഴി മാറി. ഗോവിന്ദൻകുട്ടി പനയ്ക്ക് വീട്ടിലെയാ, നമ്മള് പുത്തമ്പരക്കിലേ. ബന്ധക്കാരാ സ്വന്തക്കാരാന്നൊക്കെ ചുമ്മാ പറഞ്ഞാ മതിയോ? എന്നിട്ട് ഗോവിന്ദൻകുട്ടി ഇവിടെ വന്നപ്പോ അമ്മ വലിയ ലോഹ്യം കാണിച്ചതോ?
വീട്ടിൽ കയറി വരുന്നവരോട് ഞാൻ അങ്ങനെയാ, എന്റെ അന്തസ് കാണിക്കും. പിന്നെ ഈ കുഞ്ഞിന്റെ അടുത്താണോ അമ്മയ്ക്ക് വാശിയും വിരോധവും? ഇതിന് ഈ തറവാട്ടിലോട്ട് കെട്ടിയെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. നീ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണക്കാരി. ഞാൻ മാത്രമല്ല, അമ്മയുടെ മകനും കൂടി ചേർന്ന് കുഞ്ഞിനെ ദത്തെടുത്തത്. ആരുടെ കുറ്റം കൊണ്ടാണ് ഈ ദത്തെടുക്കേണ്ടി വന്നത്? എന്റെ മോന്റെ കുറ്റം കൊണ്ടാണോ?